ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കേ ഒരു ഇച്ചിരി കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഇച്ചിരി ഒരു മെഴുക്ക് വരട്ടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഞായറാഴ്ചയായിട്ട് ഇച്ചിരി മെഴുക്ക് വരട്ടിയൊക്കെ ഒന്ന് ഉണ്ടാക്കാം. നല്ല കോവയ്ക്ക ചോറൊക്കെ റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിനി ഇച്ചിരി കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. കോവയ്ക്ക അരിഞ്ഞ് നാണ്ട് വെച്ചേക്കുന്നു. കോവയ്ക്ക അരിഞ്ഞ് വെച്ചേക്കുക. നമുക്കതൊന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ഗ്യാസ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. ചൂടായിട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ചൂടെന്ന് പറഞ്ഞാൽ അതിഗംഭീര ചൂടാണ് കേട്ടോ. അൺസഹിക്കബിൾ. സഹിക്കാനേ വയ്യാത്ത ചൂട്. നമ്മൾ കണ്ട ഇച്ചിരി പാമോയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നൊന്ന് റെഡി ആകുമ്പോഴത്തേനൊന്ന് ചൂടാവുമ്പോൾ നമുക്കതിനകത്തൊരു ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. ഞാൻ കണ്ട് ഇത്രയും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇട്ടാണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ഇടണം. എന്നിട്ട് നമുക്കതങ്ങ് കരിയൊന്നും ചെയ്യാതെ തന്നെ കോവയ്ക്ക അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ അങ്ങ് കുറച്ച് വെച്ചേക്കുമായിരുന്നു. തീ ഇനി അങ്ങ് നല്ലപോലെ കൂട്ടി വെച്ച് ഒന്ന് ഇളക്കുക. അന്നേരം എല്ലാത്തിലും ഒന്ന് പിടിക്കും. എന്നിട്ടേ ആവശ്യത്തിനുള്ള ഉപ്പ് നീരോ അല്ലെ ഉപ്പ് പൊടിയോ എന്തോന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കണം. നമുക്ക് കോവയ്ക്ക തോരൻ വേണമെങ്കിലും വെക്കാം. അതുപോലെ കോവയ്ക്ക അല്ലാതെ മെഴുക്ക് വരട്ടി വേണമെങ്കിലും വെക്കാം. ഞാനിതിനകത്ത് ഇച്ചിരി ഒഴിച്ചു കൊടുത്തേക്കുന്ന നമ്മുടെ ഉപ്പ് നീരാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അത് ഒന്ന് ഇതായി വരുമ്പോഴത്തേനും ഉപ്പ് നീര് അപ്പോഴത്തേക്കിത് അങ്ങ് റെഡി ആയിക്കോളൂ. ഇതിനകത്തല്ലാതെ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ വട്ടത്തിലരിഞ്ഞ് എടുത്തു കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് കട്ടിയില്ലാതെ അരിഞ്ഞെടുത്ത് കഴിയുമ്പോഴേ ഇങ്ങനെ വെച്ചാൽ അജുവിന് ഇതാണ് ഇഷ്ടം. ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം. ഇതനി അങ്ങ് വാടി കഴിയുമ്പോൾ ഇച്ചിരി ആവുമെന്ന്. അതേസമയം ഇതിനകത്ത് ഒരു സവാളയും കൂടെ ചേർത്ത് ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഒരു സവാള 2 പച്ചമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു തോരനായിട്ട് ശകലം തേങ്ങാപ്പീരയൊക്കെ ചേർത്തൊരു തോരനായിട്ട് എടുത്താൽ അതിന് വേറെ നല്ലൊരു രുചിയാണ്. എനിക്കും അച്ചാച്ചനും ഒക്കെ അത് ഇഷ്ടപ്പെടും. പക്ഷേ അജിമോന് ഈ കോവയ്ക്ക തോരനൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവനിങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ സവാളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് ഇത് മെഴുക്ക് വരട്ടി വെക്കുകയും ചെയ്യാം. അതും അജുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവന് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഞാൻ മെഴുക്ക് വരട്ടിയോട് അത്രയ്ക്ക് താല്പര്യമില്ല. ഈ സൈസൊക്കെയാണ് അവനിഷ്ടം. അല്ലെങ്കിൽ നമ്മൾ പയറും ബീൻസും ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും എല്ലാം കൂടെ ഒതുക്കി ഇട്ടുണ്ടാക്കുന്ന ആ ഒരു തോരൻ അവനിഷ്ടമാണ്. അതുപോലെ ഏത്തയ്ക്ക മെഴുക്ക് വരട്ടി, ഏത്തയ്ക്ക തോരനിലൊക്കെ പയറും ഏത്തയ്ക്കായും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അജിമോന് ഇഷ്ടമുള്ളൂ. പിന്നെ ക്യാരറ്റും കാബേജും ബീറ്റ്റൂട്ടും ഒക്കെ തോരൻ ഇഷ്ടമാണ്. വേറെ ചിലതൊന്നും ഇഷ്ടമല്ല. ചക്കക്കുരു തോരനൊന്നും ഇഷ്ടമല്ല. ചക്കക്കുരു പണ്ടൊക്കെ മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതും ഇഷ്ടമല്ല. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി നമ്മൾ ഇളക്കി കണ്ടോ. ഇതിനേക്കാളും ഇതങ്ങ് നല്ലതായിട്ട് മൂത്തങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് ഒരിച്ചിരി ആവും. കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് ചെറിയ തീയിലിട്ട് കഴിഞ്ഞാൽ ഞാൻ പക്ഷേ ഇത്രയായിട്ട് ഇങ്ങനെ എടുക്കുക. ഇത് മതി. ഇതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിന്നാനില്ലാത്തത്രയായി പോവും. ഒത്തിരി ഉണ്ടായിരുന്നല്ലോ, അതങ്ങ് ചുരുങ്ങി കുറച്ചായിട്ടുണ്ട്. ഇത്രയും വേണം. ഇത് ഒത്തിരി കൂടെ അങ്ങ് നല്ലപോലെ മൂത്ത് കഴിയുമ്പം പിന്നെ നല്ല രസമാണ്. പക്ഷെ ഇത്രയും മതി. എന്നിട്ട് ഇനിയും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു തക്കാളി ചമ്മന്തി അരയ്ക്കുക, ഒരു മുട്ടയും പൊരിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന. പിന്നെ മാങ്ങാച്ചാർ ഇരിപ്പുണ്ട്, അതും എടുക്കാം. കടുവ് മാങ്ങ എന്തോ രുചിയാണെന്നറിയാം തക്കാളി ചമ്മന്തി. തക്കാളി, പച്ചമുളകും ഒരു 2 ചെറിയുള്ളി ഉപ്പും ചേർത്തിട്ട് മിക്സിക്കകത്തിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർത്തു. ടേസ്റ്റാണെന്നറിയോ തിന്നാൻ. വേണ്ട കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഞാൻ അജിമോന് ചോറും എടുത്തു, മുട്ട പൊരിച്ചത്, പിന്നെ
പപ്പടം. അജിമോൻ ചോറ് കൊടുത്ത് അജിമോൻ കഴിക്കുക. ഞാൻ കഴിക്കാൻ തുടങ്ങി, ഇതാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അജിമോൻ അവിടെ ഇരുന്നുകൊണ്ട് കഴിക്കുക. അജിമോനെ നീ വെച്ചേക്കുന്നേ ഒന്ന് ചെറുതായിട്ട് വെക്കുക. ഇതാണ്ട് ചെറുതായിട്ട് വെക്കുക. ഇതാണ്ട് അജിമോനെ കണ്ടില്ലെന്ന് പറയരുത്. അജിമോൻ ഇരുന്ന് ചോറുണ്ണോ നോക്കിയേ. വേണ്ട ചോറുണ്ണുന്നു. വേണ്ട ചോറുണ്ണും. മുട്ടയുണ്ട്, തക്കാളി ചമ്മന്തിയുണ്ട്. തക്കാളി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കളെ? കൊള്ളാവോ? അജിമോൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞും ഇരുന്ന് ചോറ് കഴിക്കുക. വേണ്ട എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്നു. മൊഹോന്ന് കാണിക്കാവോ മോനെ? വെള്ളം എടുത്തോണ്ട് തരാം. മൊഹോന്ന് കാണിച്ച്. അജുവിന് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കട്ടെ. ഭയങ്കര ചൂടാണ്. അജുമോൻ ഈ മുറിക്കകത്തിരിക്കും. ഇവിടെ ഫാൻ ഇട്ടുകൊണ്ട് ഇവിടെ അങ്ങ് ഇരിക്കാം. ഇവിടെ ഉണ്ട് ഫാൻ, പക്ഷേ അത് കറങ്ങത്തില്ല. വെച്ചപ്പം മുതൽ കറങ്ങത്തില്ല. നോക്കിയേ വേണ്ട ഫാൻ ആകാശത്ത് കൊണ്ട് വെച്ചേക്കോ ഇവിടുത്തെ ഫാന്. അല്ല അന്ന് ഒരു നല്ല താന്ന് കിടന്ന ചച്ചൻ കൊണ്ട് കിടക്കുന്നു. ചച്ചൻ ചപ്പാത്തി കഴിച്ച്, മുട്ടക്കറിയും ചപ്പാത്തി ആയിരുന്നേ. അത് കഴിച്ചിട്ട് കിടക്കുക. ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അജിമോൻ എന്നാൽ ഇനി ഒരു ശകലം ചോറ് ഇച്ചിരി വെള്ളം അങ്ങ് എടുത്ത് കൊടുക്കട്ടെ. മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. എന്തോ ടേസ്റ്റാണെന്നറിയോ? വേണ്ട ഞാനൊരു ഇച്ചിരി എടുത്തു. അതുകൊണ്ട് ഇതിനകത്ത് വെച്ചേക്കും കേട്ടോ. ഈ ഒരു കുപ്പിക്കകത്തെടുത്ത് ഇങ്ങനെ അടുക്കളയുടെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും. ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം. നമ്മൾ കഴിക്കാൻ നേരത്ത് നമുക്ക് വേണം എന്ന് തോന്നിയാൽ കഴിക്കാം. ഇന്ന് കൂടുതൽ കറിയൊന്നും ഭയങ്കര ചൂട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ആകുമ്പം ഇപ്പം 3-4-5-6 സൈസ് കറികളുണ്ട്. വലിയ പണിയൊന്നും ഇല്ലാത്ത, പെട്ടെന്ന് അരമണിക്കൂർ പോലും വേണ്ട ഉണ്ടാക്കാൻ. അങ്ങനത്തെ ആയിരുന്നു ഉണ്ടാക്കിയേക്കുന്നത്. ചൂടുമൊക്കെ അല്ലയോ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഒഴിച്ച കറി ഒക്കെ ആകുമ്പോൾ പിന്നെ മീനില്ല, ഉണക്കമീനും ഇല്ല, പച്ചമീനും ഇല്ല. മുട്ടയുണ്ട്, പക്ഷേ ഇത് മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ. ഇതാകുമ്പം അജുമോൻ ഇഷ്ടപ്പെടും. ഈ കറികളങ്ങ് ഒഴിച്ച് ഉണ്ടാക്കുന്ന പച്ചക്കറിയൊന്നും അജുവിന് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കി.